സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷമാണ്. നമ്മളിപ്പോൾ ഈ കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിലെയൊക്കെ മഴക്കെടുതിയൊക്കെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് എന്ന് കണ്ടു. വടക്കൻ കേരളത്തിലേക്ക് പോകുകയാണെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ്. കണ്ണൂരിൽ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. ഉളിക്കൽ വയത്തൂർ പാലത്തിൽ വെള്ളം കയറി. 2 ആഴ്ച മുന്നേ അറ്റകുറ്റപ്പണി നടത്തിയ കണ്ണൂർ വയനാട് പാൽചുരം റോഡ് തകരുകയും ചെയ്തു. നിഖിൽ അളവൂർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, കണ്ണൂരിലൊക്കെ കനത്ത മഴ മുന്നറിയിപ്പാണ് ഇന്നുള്ളത്. വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പലയിടത്തും ഇപ്പോഴും കനത്ത മഴയാണ്. പ്രത്യേകിച്ചും മലയോര മേഖലയിലടക്കം വലിയ തരത്തിൽ മഴ പെയ്യുന്നുണ്ട്. വലിയ ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറി എന്നുള്ളത് കൂടിയാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? എന്താണ്? അടിയന്തര സാഹചര്യത്തെ നേരിടാൻ എത്രമാത്രം സജ്ജമാണ് അവിടെ? സ്വാതി, ഏതായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് കണ്ണൂരിലെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാവിലെ ഒരു 7:45 ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിട്ടിരുന്നു. അങ്ങനെ സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. ഈ പറഞ്ഞതുപോലെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇരിട്ടി, ആറളം, അയ്യങ്കുന്ന് തുടങ്ങിയ മേഖലകളിൽ അതിശക്തമായ മഴയാണ്. ചെറുപുഴ മേഖലയിലും ഇന്നലെ രാത്രി മുതൽ വലിയ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ചെറിയ ശമനമുണ്ടായിരുന്നെങ്കിലും വീണ്ടും ചെറുപുഴ മേഖലയിലും സമാന രീതിയിലാണ് മഴ പെയ്യുന്നത്. നഗരത്തിലും രാവിലെ മുതൽ നിർത്തിയാണെങ്കിലും അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. ഇപ്പോൾ ഈ നഗരപ്രദേശത്തോട് ചേർന്ന കണ്ണൂർ നഗരത്തോട് ചേർന്ന ഭാഗങ്ങളിൽ മഴയ്ക്ക് ഒരല്പം കുറവ് വന്നിട്ടുണ്ട്. അതേസമയം മലയോര മേഖലകളിൽ എല്ലായിടത്തും ശക്തമായ മഴ തുടരുകയാണ്. ആറളം, അയ്യങ്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നത് തീർച്ചയായും ആശങ്ക തന്നെയാണ്. കാരണം ഈ വനത്തിനകത്ത് മഴ പെയ്യുന്നതിനനുസരിച്ച് ജലനിരപ്പ് പുഴകളിൽ ഉയരുന്നതും അത് പിന്നീട് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളപ്പൊക്കം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയും ജില്ലയിൽ വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ വയത്തൂർ പാലത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. അവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് കഴിഞ്ഞു. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പഴശ്ശി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. നിലവിൽ അങ്ങനെ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. എങ്കിലും മുൻകരുതൽ എന്ന രീതിയിൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. വെള്ളം തുറന്നുവിട്ടതിനാൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ചെറിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സാധ്യത അതും നിലനിൽക്കുകയാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലയിൽ മുൻകരുതലായി നടപ്പിലാക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അത്തരം മേഖലകളിലേക്കുള്ള പ്രവേശനം അതിന് നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതിനിടയിലാണ് ഈ കണ്ണൂർ വയനാട് റൂട്ടിൽ പാൽച്ചുരം റോഡ് ഈ ഇത്തരത്തിൽ ചെകുത്താൻ തോട് എന്ന് പറയുന്ന സ്ഥലത്ത് പൂർണ്ണമായും കനത്ത മഴയാണ്. റെഡ് അലേർട്ടാണ്. മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ട്. ഉളിക്കൽ വയത്തൂർ പാലത്തിൽ വെള്ളം കയറി പാൽച്ചുരം റോഡ് തകരുകയും ചെയ്തു. ആ വിവരങ്ങളാണ് നിഖിൽ നൽകിയത്.